പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിൻ്റെ കോഡ് നമ്പർ 315 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 10ാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോസ് ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ എംപയർ ആണ്. മുഗൾ ഭരണത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള ബാച്ചിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അവർ പുതിയ മോഡൽ സിലബസും ക്വസ്റ്റ്യൻ പേപ്പർ പുതിയ മോഡലുമാണ് ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ സിലബസ് തന്നെ അവർക്ക് കിട്ടിയ പുസ്തകത്തിൻ്റെ മുഴുവൻ ചാപ്റ്ററും പഠിക്കണം. പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ പാർട്ട് പുതിയ മോഡല് 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ടാവും, ട്രൂ ഫാൾസ് ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുണ്ടാവും. ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ള ഉണ്ടാവും. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ എടുത്താൽ തന്നെ ലഭിക്കുള്ളൂ. എക്സാമിന് പരീക്ഷ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. പരമാവധി വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം മലയാളത്തിൽ എഴുതുക. 2 മാർക്ക് 3 മാർക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട 1 മാർക്കിന്റെ കുറച്ച് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫസ്റ്റ്, ഹു വാസ് ദ റൂളർ ഫ്രം ഡെക്കൻ? ആരാണ് ഡെക്കാനിലെ ഭരണാധികാരി? ഹു ഡിഫീറ്റഡ്? ആരാണ് പരാജയപ്പെടുത്തിയത്? ദ മുഗൾ ഫോഴ്സസ് അണ്ടർ ദം? മുഗൾ ഭരണത്തെ, മുഗൾ അധികാരത്തെ പരാജയപ്പെടുത്തിയത്, ജഹാംഗീറിന്റെ കീഴിൽ മുഗൾ ഭരണത്തെ പരാജയപ്പെടുത്തിയത് ആരാ? അതിന്റെ ആൻസർ ആണ് മാലിക് അംബാർ എന്നാണ് പറയുന്നത്. ഡെക്കാനിലെ ഭരണാധികാരി മുഗൾ ഭരണത്തെ തകർത്താളും മാലിക് അംബാർ. ജഹാംഗീറിന്റെ കീഴിൽ മുഗൾ ഭരണത്തെ തകർത്താളും. രണ്ടാമത് മുഗൾ സൈനിഡ്, മുഗളന്മാർ സൈൻ ചെയ്ത ഒരു ട്രീറ്റിയിൽ വിത്ത് വിച്ച് ഓഫ് ദ 2 സ്റ്റേറ്റ്സ് ഓഫ് ഡെക്കാൻ ഇൻ 1636? ഏതൊക്കെ സ്റ്റേറ്റ് ആണ് അന്ന് 1636 അന്ന് ഏതൊക്കെ 2 സ്റ്റേറ്റുകൾ അതിലുണ്ടായിരുന്നു ആ ട്രീറ്റിൽ സൈൻ ചെയ്തത്? അതിലൊന്ന് ബീജാപൂറും ഗോളക്കൊണ്ട എന്ന് പറയുന്ന 2 സ്റ്റേറ്റുകളാണ്. മൂന്നാമത് വിച്ച് മുഗൾ കമാൻഡർ ബ്രോട്ട് ദി ആഹാം കിങ്ഡം അണ്ടർ മുഗൾ കൺട്രോൾ? മുഗൾ നിയന്ത്രണത്തിന് കീഴിൽ ഏത് കമാൻഡർ ആണ് ആഹാം കിങ്ഡം സ്ഥാപിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ആൻസർ മിർ ജുംല എന്ന് പറയുന്നത്. നാലാമത് വിത്ത് വിച്ച് ഓഫ് ദി ഡെക്കാൻ പവർ ഔറംഗസീബ് റിമെയിൻഡ് എൻഗേജ്ഡ് ഫോർ എ ലോങ് ടൈം എന്ന് പറയുന്നത്. ഏത് ഡെക്കാന്റെ ഏത് അധികാരത്തെയാണ് ഔറംഗസീബ് കൂടുതൽ എൻഗേജ് ചെയ്തത്? ഏത് മേഖലയാണ്? മറാത്താസ് എന്ന് പറയുന്ന ഭാഗമാണ്. പിന്നെ പറയുന്നത് ഹു വാസ് ശിവജി കൊറോണേറ്റഡ്? ആരാണ് ശിവജിയെ രാജപദവി നൽകിയിട്ട് നിർത്തിയത്? വാട്ട് വാസ് എ ടൈറ്റിൽ ദാറ്റ് ഈസ് ബുക്ക്? ആ ബുക്കിന്റെ ടൈറ്റിൽ എന്താണ് എന്നുള്ളതാണ്. അങ്ങനെ നിർത്തിയ ആളാണ് രൈഗ്രഹ് എന്ന് പറയുന്നത്. ആ പുസ്തകത്തിന്റെ പേരാണ് ഛത്രപതി എന്ന് പറയുന്നത്. ആറാമത്തെ വിച്ച് ഓഫ് ദി മുഗൾ റൂളർ ലോസ്റ്റ് ഹ്യൂജ്? ഏത് മുഗൾ ഭരണാധികാരികൾ കൂടുതൽ എമൗണ്ട് നഷ്ടപ്പെട്ടിയത്? ഈ മണി ഇൻ നോർത്ത് വെസ്റ്റ്, അല്ലെ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഫ്രോണ്ടർ കോൺഫ്ലിക്റ്റ്, അല്ലെ, വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിലുള്ള തർക്കത്തിൽ ഏത് മുഗൾ ഭരണാധികാരിയാണ് കൂടുതൽ എമൗണ്ട് പണം നഷ്ടപ്പെട്ടിച്ചത്? ഷാജഹാനാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് വേർ ദ മെയിൻ പൊളിറ്റിക്കൽ? ഏതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ അധികാരം ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് അക്ബർ ആക്സിഷൻ? അക്ബറിന്റെ കാലഘട്ടത്തിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? രാജ്പുട്ട്, അഫ്ഗാൻസ്, അഹമ്മദ് ആൻസാദ്, കാബൂൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇത്രയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇനി വരും വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററിയുടെ മറ്റുള്ള ക്ലാസ്സുകളും NISന്റെ SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകളും, അതുപോലെ തന്നെ 1 മാസം കൊണ്ട് SSLC +2, 2 മാസം കൊണ്ട് SSLC +2, 3 മാസം, 6 മാസം
അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ബോസ് ബോർഡിൻ്റെ കീഴിൽ ഓൺലൈൻ പരീക്ഷ നിങ്ങളുടെ വീട്ടിൽ എഴുതി നിങ്ങൾക്ക് SSLC +2 കരസ്ഥമാക്കാനുള്ള സംവിധാനവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ട്. അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ ഡിഗ്രി PG അഡ്മിഷനും വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് 9037114679. ഓക്കെ, താങ്ക് യു.